ഞാൻ സംരക്ഷിക്കും. ഇനി എന്തൊന്നാലും വേണ്ടിയില്ല. വിളിച്ചോ, വാപ്പ വിളിച്ചോക്കുന്ന. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വർത്താനം? സുഖല്ലേ? ഞാന് ഇങ്ങനെ നിങ്ങളെ മോന്റെ അടുത്തുണ്ടേ. നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഞാനിവര് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ പാടെ കണ്ടപ്പോ ഞമ്മക്ക് ഭയങ്കര ഇടങ്ങാറായി. അപ്പൊ പെരേത് പുറത്തിറങ്ങണില്ല. ഇതൊക്കെ പേടിച്ചിക്കാണ് നിക്കരുത്. നിങ്ങള് ഓരോ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പേടിച്ച് വീട്ടിൽ നിക്കരുത്. ഓപ്പൊ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്, ഇൻസ്റ്റന്റ് ഒഴിവാക്കുകയാണ് എന്നുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഉപ്പാനെ വിളിച്ചിട്ട് ഷാജഹാൻ സംസാരിക്കുന്നു, നിഷാം ഫോൺ വിളിച്ചു കൊടുക്കണു. അപ്പൊ കാണുന്ന നമ്മളെന്താ വിചാരിക്കണേ? ഇനി അതോ ഈ ഉപ്പാനെയും പറ്റിച്ചോ നിഷാനെ? ഈ ഉപ്പാനെയും പറ്റിച്ചോ? ഉപ്പാനെയും പറ്റിച്ചു, ഉമ്മാനെയും പറ്റിച്ചു, നാട്ടുകാരും ഉമ്പിച്ചു. എന്താ നീ എന്റെ കഥ? എനിക്ക് മനസ്സിലാവണില്ല. എന്താ എന്റെ കഥ? അന്റെ തലച്ചോറുണ്ടല്ലോ, ഇജ് ഇവിടെ ഒന്നും വെക്കരുത്. ഇജ് എന്റെ തലച്ചോറ് ഒരു ചില്ലും കൂട്ടിലാക്കിയിട്ട് വല്ല മ്യൂസിയത്തിലും കൊണ്ടുപോയി വെക്കേ. അമ്മാതിരി ഐഡിയ ആണ് എന്റേത്. ചെങ്ങായി, ഞാനും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിന്ന് വരുമാനത്തിനും 4 ആള് കാണാനും നമുക്ക് ഇന്നൊരു ഫെയിം കിട്ടാനും നമ്മളെ മൈൻഡിലൊക്കെ എല്ലാവരുടെ മൈൻഡിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 10 ഫോളോവേഴ്സ്, 10 സബ്സ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടാവും. പക്ഷെ സൊസൈറ്റിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമല്ലേ നമുക്ക്? അങ്ങനെ സാധനം ഉണ്ട്. ഈ പ്രായം കുറവാണ്, അറിയാത്തതാണ്, അങ്ങനത്തെ ഒന്നും ന്യായീകരണങ്ങളൊന്നും ഇതിനകത്തില്ല. ഷാജഹാനോടാണെങ്കിൽ നിഷാനോടാണെങ്കിൽ രണ്ടാളോട്. ഷാജഹാൻ ഒന്നിനെങ്കിൽ ഇത്ര ആയില്ലേ? ഷാജഹാനോട് ഞാൻ 1000 വട്ടം ആഴ്ചക്ക് വിളിച്ച് പറയലുണ്ട്. ഷാജഹാനെ, ഈ ഗ്രൂപ്പ് പരിപാടി, എന്റെ മറ്റേ പരിപാടി എനിക്ക് അറിയാത്തവരാണ് ഈ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ടുള്ളത്. എന്തിനാണ് ഈ അത് ചെയ്യുന്നത്? തൊപ്പി ചെയ്യണം, അതിൽ എനിക്ക് ചെയ്യാനാവൂല, ഒക്കൂല, എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല. പഴയ കണ്ടന്റിക്ക് തന്നെ തിരിച്ചു പോയിക്കോ. എന്തിനിത് വേണം? പേഴ്സണലി ഞാൻ എത്ര വട്ടം ഷാജഹാനെ വിളിച്ചു എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഷാജഹാനോട് വിളിച്ചിട്ട്.